ഇന്ന് തന്നെ ഡൗൺലോഡ് ചെയ്യൂ. കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ്. അതെ, അധിക നേരം ഇങ്ങനെ ഇരിക്കാൻ പാടില്ല. കിടക്കണമെന്നോ ഡോക്ടർ പറഞ്ഞത്? കിടക്ക. അതൊന്നും സാരമില്ല, ഞാൻ കുറച്ചു നേരം ഒന്ന് ഇരിക്കട്ടെ. അതെ, കുറച്ചൊക്കെ ഡോക്ടർമാർ പറയുന്നത് അനുസരിക്കണം. അതിനിപ്പോ ഞാനെന്താ അനുസരണക്കേട് കാണിച്ചത്? കുറച്ചു നേരം ഇരിക്കണമെന്ന് പറഞ്ഞതാണോ? അധികം നേരം ഇരുന്ന സ്റ്റിച്ചിന്റെ ഭാഗത്ത് പെയിൻ ഉണ്ടാവുന്ന സന്ദേശിച്ച് പറഞ്ഞത് ഓർമ്മയില്ലേ? ഓ, എനിക്കെല്ലാം ഓർമ്മയുണ്ട്. സത്യം പറഞ്ഞ ഇന്നത്തെ എന്റെ സന്തോഷം പറഞ്ഞറിയിക്കാൻ പറ്റുന്നില്ല സച്ചേട്ടാ. ആദ്യമായിട്ട് ഞാൻ എന്റെ മോൾക്ക് പാല് കൊടുത്തു. എനിക്ക് മരിച്ചാലും വേണ്ടില്ല. അനാവശ്യം പറയരുത് കേട്ടോ. ഇതല്ലാതെ തനിക്ക് വേറൊന്നും പറയാനില്ലേ? അതല്ല സച്ചേട്ടാ, എല്ലാം കൈവിട്ട് പോയിന്ന് കരുതിയെടുത്തുനിന്ന് എനിക്ക് എന്റെ മോളെ ഒന്ന് എടുക്കാനും പാല് കൊടുക്കാനും ഒക്കെ സാധിച്ചല്ലോ. അതുകൊണ്ട് പറഞ്ഞു പോയതാ. എന്നാ ഇനി അങ്ങനെയുള്ള പറച്ചിലൊന്നും വേണ്ട. എടോ, ഞാനും താനും അച്ഛനും അമ്മയായി. നമ്മുടെ ജീവിതം ശരിക്കും അർത്ഥപൂർണമായി. എല്ലാവരും അച്ഛനും അമ്മയൊക്കെ ആവുമ്പോ ഇങ്ങനെയൊക്കെ തന്നെ ആയിരിക്കും മനസ്സിൽ തോന്നുന്നത്. അതൊന്നും എനിക്കറിയില്ല. മരണത്തിന്റെ വക്കത്തെത്തി നിൽക്കുന്ന അവസ്ഥയില് തന്നെ ഇവിടെ കൊണ്ടുവന്നപ്പോ മുതല് അകത്തു നിന്ന് ഇഷാന ഡോക്ടർ ഇൻക്യുബേറ്ററിൽ കൊണ്ടുവയ്ക്കാനായി നമ്മുടെ കുഞ്ഞിനെ പുറത്തേക്ക് കൊണ്ടുവരുന്നത് വരെ എനിക്ക് ഒരു പ്രതീക്ഷ ഉണ്ടായിരുന്നില്ല. ഡോക്ടർ കുഞ്ഞിനെയും കൊണ്ട് ഇൻക്യുബേറ്റർ റൂമിലേക്ക് ഒറ്റ ഓട്ടോ ആയിരുന്നു. ഞാൻ പിന്നാലെ ഓടിയാ കുഞ്ഞിനെ ഒന്ന് ശരിക്ക് കണ്ടത്. അപ്പോ സച്ചേട്ടൻ ഞാൻ മരിച്ചു എന്ന് വിചാരിച്ചു അല്ലേ? അതൊന്നും ഓർക്കാൻ തന്നെ എനിക്കിഷ്ടമല്ല. പക്ഷേ എല്ലാം തകർന്നു നിന്ന ആ ഒരു നിമിഷത്തില് ആ നേഴ്സ് തന്റെ ശരീരം ചലിക്കുന്നുണ്ടെന്ന് അകത്തുനിന്നും ഒന്ന് പറഞ്ഞപ്പോ അപ്പൊ എന്റെ നെഞ്ചിൽ വിലങ്ങിയൊരു ശ്വാസം ഉണ്ടല്ലോ. സന്തോഷം കൊണ്ട് മനസ്സിൽ ഞാൻ സകല ദൈവങ്ങളെ വിളിച്ചുപോയി. സച്ചേട്ടൻ നമ്മുടെ മോളെ എടുത്തായിരുന്നോ? ഇല്ല, എടുക്കണം. അവള് കുറച്ചുകൂടി ഒന്ന് വലുതാവട്ടെ. ഇല്ലെങ്കിൽ ചിലപ്പോ അവൾ എന്റെ കയ്യിൽ നിന്ന് വഴുതിപ്പോയാലെന്നൊരു പേടി. അവള് കണ്ണു തുറന്ന സച്ചേട്ടനെ കണ്ടായിരുന്നോ? എങ്ങനെ നോക്കാന്? ഞാനവളെ കാണുമ്പോ കണ്ണു വിരിഞ്ഞു വരുന്ന ഒരു എലിക്കുഞ്ഞിനെ പോലെയായിരുന്നു അവള്. സച്ചേട്ടനായിരുന്നല്ലോ പെൺകുഞ്ഞ് വേണമെന്ന് വലിയ ആഗ്രഹം. ഇനി കണ്ണെഴുതാനും പൊട്ട് തൊടിയിക്കാനും ഒളിപ്പിക്കാനും ഒക്കെ സച്ചേട്ടനും കൂടാ. താൻ നോക്കിയോ, ഞാനും എന്റെ മോളും കൂടി പൊളിക്കും. അവളൊന്ന് വളരട്ടെ. സച്ചേട്ടാ, നമ്മുടെ അമ്മക്കുട്ടിയെ മറന്നേക്കല്ലേ. അവളാ നമ്മുടെ ആദ്യത്തെ മോള്. നമുക്ക് ജീവിക്കാൻ ഒരു പ്രതീക്ഷ തന്നത് നമ്മുടെ അമ്മക്കുട്ടിയാ. എനിക്ക് അവളെ ഒന്ന് കാണണം സച്ചേട്ടാ.